കായൽ നിന്ന് ഇന്ന് വീശി പിടിച്ച വയമ്പാണ്. പണ്ട് മുതലേ അട പറ്റിക്കുക എന്ന് പറയുന്ന വാഴയിലക്കകത്ത് വെച്ച് അട പറ്റിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്ത് കാണിക്കുക. വിളിച്ചോണ്ട് കായലിൽ നിന്ന് ഇന്ന് വീശി പിടിച്ച വയമ്പാണ്. അതിന് ചേരേണ്ടുന്ന സാധനങ്ങൾ 2 കുടം വെളുത്തുള്ളി, 10 ചുവന്നുള്ളി പീസ്, 2 കഷ്ണം ഇഞ്ചി, ഇത് മുളക് പൊടി 2 സ്പൂൺ ഇടണം. ഇത് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 1/2 ചെറിയ സ്പൂണാണ്. മല്ലിപ്പൊടി 1 സ്പൂണ് ഇതുപോലെ. ഇത് കുരുമുളക് പൊടിച്ചതാണ്, അത് 2ആയിട്ട് പൊടിച്ചതാണ്, അത് 1.5 സ്പൂണ്. പിന്നെ ഉലുവാപ്പൊടി, ഉപ്പ്, തേങ്ങ, കറിവേപ്പില, ഇതെല്ലാം അരയ്ക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം അരച്ചതാണിത്. അതിനുശേഷം മുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്പൂണാണ്, 1.5 സ്പൂണ് ഇടുന്നുള്ളൂ, എരിവ് കൂടുതലായിരിക്കും. അര ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി. ഈ കുരുമുളക് എന്ന് പറയുന്ന പച്ച കുരുമുളകാണ് ഇത് വേണ്ടുന്നത്. പക്ഷേ ഇപ്പം കുരുമുളകിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഉണക്ക കുരുമുളകാണ് ചേർക്കുന്നത്. തേങ്ങ ചതച്ചത്, അല്പം ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്യണം. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഞാൻ വെക്കുകയാണ്. ഇതിനകത്ത് ഈ മസാലയെല്ലാം പിടിക്കണം, ഉപ്പും പിടിക്കണം. വാഴയില ആദ്യം വാട്ടണം. വാട്ടിയിട്ട് ഈ വാഴയിലക്കകത്താണ് ഈ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഒരു കിഴി പോലെ കെട്ടി പാത്രത്തിലേക്ക് ഇറക്കിയാണ് ഇത് ചെയ്യുന്നത്. അട വെക്കുന്നതിന് വേണ്ടി ഞാൻ കിഴി കെട്ടാൻ പോകുന്നു.
ഒരു മണം കിട്ടുന്നതിന് വേണ്ടി ഒരു 4 പീസ് കറിവേപ്പില. എന്നിട്ട് വേറെ ഇല വാട്ടിയത് ഇതിൻ്റെ മുകളിൽ വെക്കുക. വെച്ചിട്ട് നമ്മൾ മടക്കുകയാണ്. കിഴി മോഡലിൽ കെട്ടും. നമ്മളുടെ അട ശരിയാക്കാൻ വേണ്ടി ചട്ടി അടപ്പത്ത് വെക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയാണ്. ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, എങ്കിലും അത്രയും വേണ്ടി വരില്ല. ആവശ്യത്തിന് ഒഴിക്കുക. ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മീൻ ആ എണ്ണയിലേക്ക് ഇറക്കി വെക്കുക. ഇത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കേണ്ടതിന് വേണ്ടിയാണ് ചെറിയ മൂടി വെക്കുന്നത്. അത് ആവി പുറത്തു പോകരുത്, അതിന് വേണ്ടിയാണ്. മഴ പെയ്യുന്ന സാങ്കേതിക തടസ്സത്താൽ ഞങ്ങൾക്ക് കുട അതിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുകയാണ്. ഈ മഴ കാരണം കാണിക്കാൻ പറ്റിയില്ല. ആര് പരീക്ഷിച്ചാലും ഇത് സാധനം തിരിച്ചിട്ട് വേണം എടുക്കേണ്ടത്, വേവിക്കേണ്ടത്. ഇപ്പോൾ ഏറെക്കുറെ പാകമായിരിക്കുകയാണ്. ഞാൻ ഇത് ഇലയിലേക്ക് പകരുകയാണ്. ഇത് നല്ല ചൂടുള്ളതാണ്. കൈ പൊള്ളിക്കാതെ ശ്രദ്ധിച്ച് വേണം കെട്ടടിക്കേണ്ടത്. ഓണാട്ടുകരയുടെ വയമ്പ് അട വറ്റിച്ചത് ഓൾറെഡി റെഡിയാണ്. ഇതിൻ്റെ കൂടി കപ്പയുണ്ട്. കുറച്ച് വയമ്പ് മാറ്റി ഞാൻ ഇതിനൊരു ഗ്രേവി പോലൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കറി കപ്പയുടെ പുറത്ത് ഞാൻ അല്പം ഒഴിക്കുകയാണ്.